ഗൃഹപ്രവേശന സമ്മാനമായി പേരക്കുട്ടി നൽകുന്നത് ഒരു വിസ്മയ ചിത്രം. അച്ചാച്ചന്റെയും അച്ഛന്റെയും സ്നേഹം ചേർത്ത ചായക്കൊട്ടുമായി ജയ്വന്ത് മോഹൻ. കൂത്തുപറമ്പ് മാലൂർ സ്വദേശിയായ ഈ 10ാം ക്ലാസ്സുകാരൻ ഒരുക്കിയ ചിത്രം കാണാം. സാധാരണ ഗൃഹപ്രവേശന സമ്മാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കലയും സംഗീതവും ആത്മീയതയും ഒരുമിപ്പിച്ച അപൂർവ ചിത്രവുമായി ശ്രദ്ധ നേടുകയാണ് ജയ്വന്ത് മോഹൻ. പുതിയ വീട്ടിലേക്കുള്ള ഗൃഹപ്രവേശനത്തിന് അച്ചാച്ചനോടും അച്ഛനോടുമുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്ന തരത്തിൽ ജയ്വന്ത് ഒരുക്കിയ ചിത്രം കൗതുകവും വിസ്മയവും ഒരുപോലെ സൃഷ്ടിക്കുകയാണ്. മുത്തപ്പന്റെ ദൈവിക രൂപത്തെ ആസ്പദമാക്കി സംഗീത ഉപകരണങ്ങൾ ചേർത്ത് രൂപകൽപ്പന ചെയ്ത ചിത്രമാണിത്. ആദ്യ കാഴ്ചയിൽ വലിയ മുത്തപ്പന്റെയും ചെറിയ മുത്തപ്പന്റെയും രൂപം തെളിയുമ്പോൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ചിത്രത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സംഗീത ലോകവും തെളിയും. ഉടയാടയും ചെണ്ടയും ഡ്രംസിന്റെ രൂപത്തിലും താടിയും മീശയും ഇലത്താളമായും കൊമ്പോളക്കാത് തബലയായും കിരീടം വയലീനായും തലപ്പാളി കീബോർഡായും രൂപാന്തരപ്പെടുത്തി അതീവ സൃഷ്ടിപരമായാണ് ചിത്രം വരച്ചിരിക്കുന്നത്. കാഴ്ചയുടെ അതിർവരമ്പുകൾക്കപ്പുറം ഒരു വിസ്മയ അനുഭവം സമ്മാനിക്കുന്നതാണ് ഈ സൃഷ്ടി. ഈ ചിത്രത്തിന് പിന്നിൽ കുടുംബ ബന്ധങ്ങളുടെ സ്നേഹസ്മരണകളുണ്ട്. ജയ്വന്തിന്റെ അച്ചാച്ചൻ മുത്തപ്പന്റെ മടയച്ചൻ കെട്ടുന്ന വ്യക്തിയായിരുന്നു. അച്ഛൻ മോഹൻകുമാർ ആചാര്യ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനുമാണ്. അച്ചാച്ചന്റെ ആത്മീയ പാരമ്പര്യവും അച്ഛന്റെ സംഗീത ലോകവും ഒന്നിച്ചു ചേർന്ന പ്രതീകമായാണ് ചിത്രം രൂപം കൊണ്ടത്. അച്ചാച്ചനോടും അച്ഛനോടുമുള്ള സ്നേഹവും ആദരവുമാണ് ഈ ചിത്രത്തിലൂടെ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് ജയ്വന്ത് പറഞ്ഞു. ഈ ചിത്രത്തിന് എൻ്റെ അച്ചാച്ചൻ മടയച്ചനാണ്. അച്ഛൻ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ്. അപ്പോൾ അച്ചാച്ചനും മുത്തപ്പനോടുള്ള സ്നേഹവും അച്ഛന് സംഗീതത്തിനോടുള്ള ഇതും കൂടി ചേർന്നുള്ള ഞാൻ വരച്ച ചിത്രമാണിത്. വരയിടം ഷൈജു കെ മാലൂരിന്റെ പരിശീലനത്തിലാണ് ചിത്രം പൂർത്തിയായത്. 2 ആഴ്ചക്കാലം എടുത്താണ് അക്രിലിക് പെയിന്റ് ഉപയോഗിച്ച് ചിത്രം വരച്ചത്. ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച്, പച്ച, കറുപ്പ്, വെള്ള തുടങ്ങിയ നിറങ്ങളുടെ സമന്വയഭാവം ചിത്രത്തിന് കൂടുതൽ ഭംഗി പകരുന്നു. 4 വർഷമായി ജയ്വന്ത് ഇവിടെ ചിത്രകല അഭ്യസിക്കുന്നു. സാധാരണ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എല്ലായ്പ്പോഴും സൃഷ്ടിപരമായ ആശയങ്ങളാണ് ജയ്വന്ത് അവതരിപ്പിക്കാറുള്ളതെന്ന് പരിശീലകൻ ഷൈജു കെ മാലൂർ പറഞ്ഞു. സ്വന്തമായിട്ട് തന്നെ സ്കെച്ചിട്ട് തുടങ്ങി. അപ്പോൾ പെയിൻറ്റിംഗ് ഒക്കെ തുടങ്ങിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ഇവൻ ഒരു ചിത്രം നോക്കുന്നില്ല. എല്ലാവരും മുത്തപ്പനെയൊക്കെ വരയ്ക്കുമ്പോൾ ഒരു ചിത്രം നോക്കിയിട്ടാണ് വരയ്ക്കുക. പക്ഷേ ഇത് അങ്ങനെ കണ്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, പ്രിന്റ് വേണോ, ചിത്രം നോക്കണമെന്ന്. അപ്പോൾ പറഞ്ഞു വേണ്ട, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ വരച്ച് തീർക്കും. ഒരിക്കൽ പോലും മുത്തപ്പനെ നോക്കണ്ട, എൻ്റെ മനസ്സിലുള്ള ഒരു മുത്തപ്പനുണ്ട്, അതാണ് ഞാൻ വരയ്ക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു പ്രാവശ്യം പോലും മുത്തപ്പൻ്റെ ഒരു ചിത്രം നോക്കാതെയാണ് ഇവൻ ഈ ചിത്രം വരച്ച് തീർത്തിരിക്കുന്നത്. നടക്കാനിരിക്കുന്ന ഗൃഹപ്രവേശന ചടങ്ങിനോടനുബന്ധിച്ചാണ് ഈ പ്രത്യേക സമ്മാനം ഒരുക്കിയത്. രാഗരംഗി എന്നാണ് മാലൂരിലെ പുതിയ വീടിന്റെ പേര്. അമ്മ സിനിയും സഹോദരി ശ്രീവന്തിയും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾക്കും ജയ്വന്തിന്റെ ഈ സൃഷ്ടി അഭിമാന നിമിഷമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് സൈറ്റ് കൂത്തുപറമ്പ. നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.